നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരത്തെ സന്ദർശനം വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമായിരുന്നു. വളരെ തിരക്കിട്ട പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ചടങ്ങുകളിലൊക്കെ തന്നെ താരമായി മാറിയത് തിരുവനന്തപുരം മേയർ വി രാജേഷാണ്. ആദ്യം നടന്നത് റെയിൽവേയുടെ പരിപാടിയായിരുന്നു. ഈ ചടങ്ങിൽ വി രാജേഷ് ഒരു മൂലയിലാണ് ഇരുന്നിരുന്നത്. എങ്കിൽ പോലും തൻ്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, എന്നാൽ രാജേഷിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം, എൻ്റെ പഴയകാല സുഹൃത്ത് എന്നാണ്. നേരത്തെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനും BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റുമൊക്കെ ആയിരുന്ന വി രാജേഷിനെക്കുറിച്ച് നല്ല വാക്കുകൾ തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ചടങ്ങ് സമാപിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ രാജേഷിനെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പുറത്തേക്ക് പോയത്. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു അഭിമാന പോരാട്ടം തന്നെയായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ BJPയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ആഹ്ലാദ നിമിഷം പങ്കിടാൻ വേണ്ടി കൂടി തന്നെയാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയത്. രണ്ടാമത്തെ BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വി രാജേഷ് ആദ്യം ആമുഖ പ്രസംഗം നടത്തിയിരുന്നു. അത് ഇംഗ്ലീഷിലും പിന്നീട് മലയാളത്തിലുമാണ് പ്രസംഗിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മോദി പ്രസംഗം ആരംഭിച്ചത് തന്നെ ശ്രീ പത്മനാഭൻ്റെ മണ്ണിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും അന്നത്തെ പത്മനാഭൻ്റെയൊക്കെ നാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ. പ്രസംഗത്തിലുടനീളം അദ്ദേഹം ഇടതുപക്ഷത്തെയും UDFനെയും കടന്നാക്രമിക്കുകയും ഇവരുടെ രണ്ടുപേരുടെയും അഴിമതി ഭരണം കേരളത്തെ ആകെ കുഴപ്പത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചു എന്ന് പറയുകയും ചെയ്തു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊന്നും തന്നെ കൃത്യമായി നടപ്പിലാക്കുന്നില്ല എന്നുള്ളൊരു പരാമർശവും ഒരു സൂചനയും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇനി കേരളത്തിൻ്റെ അവസ്ഥ മാറാത്തത് മാറുമെന്നുള്ള BJPയുടെ മുദ്രാവാക്യം ഒന്നുകൂടി പ്രധാനമന്ത്രി ഇവിടെ ആവർത്തിക്കുകയായിരുന്നു. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഇനി വലിയ വലിയ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. നല്ല കേന്ദ്ര സർക്കാരും നല്ല സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി തന്നെ ഉറപ്പായിരിക്കുകയാണ്. തിരുവനന്തപുരത്തിനായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ അവയെല്ലാം തന്നെ കൃത്യമായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ നഗരസഭ അമ്പേ പരാജയപ്പെട്ടിരുന്നു. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളൊക്കെ തന്നെ സ്വന്തം പേരിൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ക്രെഡിറ്റിലേക്ക് മാറ്റാനും അവർ ശ്രമം നടത്തിയിരുന്നു. അതിനെല്ലാം തന്നെ വലിയ തോതിൽ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് എത്തിയത്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. തിരക്കിട്ട പരിപാടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് റോഡ് ഷോ നടത്തിയത്. സാധാരണ പലപ്പോഴും പ്രധാനമന്ത്രി വാഹനത്തിൽ നിന്ന് ഇറങ്ങി റോഡിലൂടെ നടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എങ്കിൽ പോലും റോഡിൻ്റെ ഇരുവശത്തും തിങ്ങിക്കൂടിയ ജനക്കൂട്ടം ആർപ്പുവിളികളോടെയും കയ്യടികളോടും കൂടി തന്നെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അദ്ദേഹത്തെ കൂടുതൽ ആവേശഭരിതനാക്കി എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും സദസ്സിലേക്ക് എത്തിയ പ്രധാനമന്ത്രി ഈ രണ്ട് ചടങ്ങുകളിലും അത്യധികം ആവേശത്തോടുകൂടി തന്നെയാണ് പ്രസംഗം നടത്തിയത്. രണ്ടാമത്തെ പരിപാടി സംഘടിപ്പിച്ച BJP തന്നെയായിരുന്നു. അവിടെയും ശരിക്കും തൻ്റെ കൃത്യമായ രാഷ്ട്രീയം അവിടെ പറയാനാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലുടനീളം ശ്രമിച്ചത്. ആദ്യ പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോകുന്നത് അടുത്ത രാഷ്ട്രീയ സമ്മേളനത്തിലാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഭംഗ്യന്തരാണ് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും മോദി വാക്ക് പാലിച്ചിരിക്കുന്നു. BJP തിരുവനന്തപുരം നഗരസഭയുടെ അധികാരം പിടിച്ച് 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് താൻ എത്തുമെന്നുള്ള മോദിയുടെ വാക്ക് അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. ഏതായാലും മേയർ വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ, രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഇത് വളരെ ഒരു സുവർണ നേട്ടമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. കാരണം ഇത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവായി മാറുന്ന ഒരു സമ്മേളനമാണെന്ന് നടന്നത് എന്ന് വേണം പറയാൻ. കാരണം BJP സംബന്ധിച്ചിടത്തോളം ഇന്നലെ 2020യും ഇപ്പോൾ BJPയുടെ ഒപ്പം NDAയുടെ ഘടകകക്ഷിയായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു വളരെ വലിയൊരു മാറ്റത്തിൻ്റെ ശംഖുലി മുഴക്കിക്കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഏതായാലും മേയർ വി രാജേഷിനും അഭിമാനിക്കാം. കാരണം BJPയുടെ ദേശീയ നേതൃത്വത്തിന് വരെ തിരുവനന്തപുരം നഗരം, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ BJP പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനം പകരുന്ന ഒന്നായി മാറിയിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ദേശീയ തലത്തിൽ ഏത് സംസ്ഥാനത്ത് പ്രസംഗിക്കാൻ പോയാലും അവിടെ എല്ലാം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിച്ചെടുത്തതിൻ്റെ അധികാരം കിട്ടിയതിൻ്റെ കാര്യം അഭിമാനത്തോടുകൂടി തന്നെ എടുത്തു കാട്ടുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇനി വരും ദിവസങ്ങളൊക്കെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തിരുവനന്തപുരം നഗരത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും എന്ന് തന്നെ കരുതേണ്ടി വരും. പലപ്പോഴും തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് പറയാറുള്ളൊരു പരാമർശം കേരളത്തിലെ മറ്റു പല നഗരങ്ങൾ വികസിപ്പിച്ചതുപോലെ തിരുവനന്തപുരം വികസിപ്പിക്കാൻ ഇവിടെ ഭരിച്ചിരുന്നവരാരും തന്നെ താല്പര്യം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതൊരു വാസ്തവമാണ്. തലസ്ഥാനമായ തിരുവനന്തപുരം ഇപ്പോഴും നിരവധി പരാധീനതകൾ കാരണം വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥയിലാണുള്ളത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി
പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി സംബന്ധിച്ച് പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാക്കിയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പുതിയൊരു വികസനവും അതല്ലെങ്കിൽ അതിനെ നയിക്കാനെത്തിയ വി രാജേഷും ഒക്കെ തന്നെ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രഖ്യാപനങ്ങളെ നോക്കിക്കാണേണ്ടത്.